ഹായ് ഗായ്സ്, എല്ലാവർക്കും നമസ്കാരം. നമ്മളിന്നൊരു വീഡിയോയിൽ കിടക്കുകയാണ്. നമുക്കൊന്ന് വീട്ടിലൊരു ബിരിയാണി ഉണ്ടാക്കുകയാണ്. അപ്പോൾ ആ ബിരിയാണി എങ്ങനെ ഉണ്ടാക്കുകയെന്ന് നമുക്കൊന്ന് കാണാം. ചിക്കനുണ്ട്, ക്യാരറ്റ് ഉണ്ട്, ബീൻസ് ഉണ്ട്, തക്കാളി ഉണ്ട്, വേപ്പിൻ്റെ ഇല, മല്ലിച്ചപ്പ്, പുതിന, ഉള്ളി, നെയ്യ്, ബിരിയാണി മസാല, വേപ്പിൻ്റെ ഇല, അങ്ങനെ എല്ലാ ഐറ്റംസും ഉണ്ട്. കറി മസാലകളെല്ലാം ഉണ്ട്. നമുക്കൊരു ബിരിയാണിയിലേക്ക് കടന്നു നോക്കാം. ആദ്യം നമുക്ക് കുറച്ച് ഉള്ളി വറുത്ത് അണ്ടിപ്പരിപ്പും മുന്തിരിയൊക്കെ വറുത്തിട്ട് എടുക്കാം. ഏകദേശം ഒരു 30-50 ഇറക്കി വെക്കണം. കരിയാൻ പാടില്ല. കരിയണതിൻ്റെ മുമ്പ് എടുക്കണം. നമുക്കിത് ഓഫ് ചെയ്യാം. ഏകദേശം ആയിരിക്കണം. ഉള്ളി വറുത്ത് നമ്മളിവിടെ ഒരു പാത്രത്തിലേക്ക് മാറ്റി. ഇനി അത് നമുക്ക് നല്ല വിരിച്ചിടണം. എന്നാലേ അതൊന്ന് അതിലുള്ള നെയ്യൊക്കെ പുറത്ത് പോകണം. അടുത്തത് നമ്മൾ ചെയ്യാൻ മസാല ഉണ്ടാക്കുക. അടപ്പത്താണ് ഉണ്ടാക്കണത്. കാരണം അടപ്പത്ത് ഉണ്ടാക്കുമ്പോൾ മസാല ടേസ്റ്റ് കൂടും. ഗ്യാസിലുണ്ടാക്കുന്നത് നല്ലത്. എപ്പോഴും വിറക് കത്തിച്ച് അടപ്പത്ത് ബിരിയാണി വെക്കുമ്പോഴാണ് ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ നമുക്ക് മസാലയിലേക്ക് കിടക്കാം. നമ്മൾ ആദ്യം ചെമ്പ് വെച്ച് നമുക്കിതിലേക്ക് നെയ്യ് ഒഴിച്ചെടുക്കാം. ലേശം നെയ്യ്, ഒരു 3 ടീസ്പൂൺ കണക്കാക്കി വെച്ചാൽ മതി. ഇനി അതിലേക്ക് നമുക്ക് ഉള്ളി ആഡ് ചെയ്ത് കൊടുക്കാം. ഒരു 1.5 കിലോ 2 കിലോ അരി വെക്കുകയാണെങ്കിൽ ഒരു ചെറുമാതിരി ഒരു 10 ഉള്ളി മസാല ഉണ്ടാവുന്നുണ്ട്. നല്ല ഇളക്കി കൊടുക്കാം. ഇനി അത് വേവുന്നവരെ നമുക്ക് കാത്തിരിക്കാം. ഇനി നെയ്യ് കുറവാണെങ്കിൽ നമുക്ക് ലേശം വെളിച്ചെണ്ണ അല്ലെങ്കിൽ സൺഫ്ലവർ ഓയിലോ നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം. കുറച്ച് ഏകദേശം ഉള്ളി വാടി വരുന്ന സമയത്ത് നമുക്കൊരു 3 ടേബിൾ സ്പൂണ് ഇഞ്ചി വെളുത്തുള്ളി ചതക്കിയത് നമുക്കതിൽ ഇട്ടെടുക്കാം. ഇതാണ് സാധനം. ഇത് നമുക്കിതിൽ മിക്സ് ചെയ്യാം. അതെല്ലാം മിക്സായി കൊടുക്കണം. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു 2 ടേബിൾ സ്പൂൺ മുളകിടുക. അതിലേക്ക് അത്യാവശ്യമായ ഒരു മഞ്ഞൾപ്പൊടി, ഒരു ചെറിയ ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി, ഗരം മസാല പൊടിച്ചത് അത് ഇതിൽ മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്ക് ബിരിയാണി മസാല ആഡ് ചെയ്യാം. ഏകദേശം ഒരു 2 കിലോ എനിക്കൊരു 3 ടേബിൾ സ്പൂൺ ബിരിയാണി മസാല ഇടാം. ഇനി നല്ല മിക്സ് ചെയ്യുക. അതിൽ മസാല നമ്മുടെ ഉള്ളിൽ മിക്സായി തോന്നി ഒരു ലേശം ഒഴിഞ്ഞ് വരുന്ന സമയത്ത് നമുക്ക് ഇതിലേക്ക് തക്കാളി ആഡ് ചെയ്യാം. ഇത് നമുക്ക് തക്കാളി ആഡ് ചെയ്യാം. തക്കാളി ഏകദേശം ഒരു കണക്കിലെടുത്താൽ മതി. നമുക്ക് ഏകദേശം മനസ്സിലാവും ഇത്ര മസാലയ്ക്ക് ഇത്ര തക്കാളി വേണമെന്നുള്ളത്. മസാല കൂടുതലാവാൻ വേണ്ടിയിട്ടാണ് ഇത്രയും തക്കാളി ഉപയോഗിച്ചിട്ടുള്ളത്. ഉള്ളിയും ചിലർക്ക് മസാല ഇഷ്ടാവും, ചിലർക്ക് മസാല ഇഷ്ടാവില്ല. മസാല എത്ര വേണോ അതിനനുസരിച്ച് നിങ്ങൾക്ക് ആഡ് ചെയ്യാവുന്നതാണ്. ഇനി ഇത് നല്ല പേസ്റ്റ് പരിവാകുമ്പോൾ നമ്മളിതിൽ ചിക്കൻ ചേർക്കാവൂ. ചിക്കനൊരു പൊരിച്ച് വെക്കുമ്പോൾ നമുക്ക് ചിക്കൻ്റെ ടേസ്റ്റ് ഒറിജിനൽ കിട്ടില്ല. ചിക്കനിലുള്ള എല്ലാതും ആ പൊരിക്കുന്നതിലൂടെ തീരും. ആ പച്ചക്ക് ചിക്കൻ
ഇതിൽ ചേർക്കുകയാണെങ്കിൽ ആ ചിക്കൻ്റെ എല്ലാ ടേസ്റ്റുകളും നമ്മളെ മസാലയിൽ കിട്ടും. അപ്പോൾ ബിരിയാണിക്ക് ഒരു പ്രത്യേക ടേസ്റ്റ് കിട്ടും. ചിക്കൻ ഒരു കാരണവശാലും പൊരിച്ച് വെക്കുന്നത് ഒരു സ്റ്റൈലിനാണ് മാത്രം. ചിക്കൻ പൊരിക്കുമ്പോൾ ആ ചിക്കൻ്റെ എല്ലാ ടേസ്റ്റുകളും ആ എണ്ണയിൽ പോയി, ആ പൊരിച്ചതിൽ പോയി. മസാലയിലേക്ക് നമുക്ക് ചിക്കൻ്റെ ഒരു ടേസ്റ്റും നമുക്ക് കിട്ടില്ല. അതുകൊണ്ട് ചിക്കൻ ഞങ്ങൾ പച്ചക്കണ്ടക പലരും പല രൂപത്തിലാണ്. ചിലവർ പൊരിച്ച് വെക്കും, ചിലർ പൊരിക്കാതെ വെക്കും. അപ്പോൾ നമ്മളൊരു ഐഡിയ അങ്ങനെയാണ്. അപ്പോൾ നമുക്ക് ഇത് മസാല പേസ്റ്റ് ആയി കഴിഞ്ഞാൽ നമുക്ക് ചിക്കൻ അതിൽ ചേർക്കാം. മസാല നല്ല പേസ്റ്റ് പരുവാവണം കേട്ടോ, അല്ലെങ്കിൽ ബിരിയാണിക്ക് ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. ബിരിയാണിയിൽ ഒരിക്കലും ഉള്ളിയും തക്കാളിയും ഒന്നും അങ്ങനെ കാണാൻ പാടില്ല. ഒക്കെ നല്ല പേസ്റ്റായിട്ട് പോകണം. നമുക്കിതിലേക്ക് ലേശം ഒരു ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. ഒരു ആവശ്യത്തിന് നമുക്ക് ആവശ്യമെന്ന് തോന്നുന്ന ഉപ്പ് നമുക്ക് ഉപയോഗിക്കാം. ഇപ്പോൾ ഏകദേശം നമ്മൾ മസാല ഒരു പേസ്റ്റ് പരുവത്തിൽ അതിൻ്റെ ഉള്ളി തക്കാളിയൊക്കെ നല്ല വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ചിക്കൻ ആഡ് ചെയ്ത് കൊടുക്കാം. ചിക്കൻ ഇതാ 3 കിലോ ചിക്കനാണ്. അത് നമുക്കതിൽ ആഡ് ചെയ്തിട്ട് എല്ലാം മിക്സ് ചെയ്യുക. ഇനി ഇതിലേക്ക് ലേശം തൈര് നമുക്ക് ആവശ്യത്തിന് പുളി ടേസ്റ്റ് കിട്ടാൻ വേണ്ടി ഒരു ആവശ്യത്തിനുള്ള തൈര് നമുക്ക് ഇതിലേക്ക് ഉപയോഗിക്കാം. ചെറുനാരങ്ങ വേണമെങ്കിൽ പിഴിഞ്ഞൊഴിക്കാം, പുളി കൂടാൻ സാധ്യത വരും. അപ്പോൾ അതുകൊണ്ട് തൈര് ഉണ്ടാകുമ്പോൾ ചെറുനാരങ്ങ വേണമെന്നില്ല. ഇനി വേണ്ടവർക്ക് മിക്സ് ചെയ്യാം. അപ്പോൾ ഇത് ഏകദേശം മസാല ആയി. ഇനി ഇത് നല്ല വെന്ത് ഒരു 3/4 ഭാഗം വേവാകുമ്പോൾ നമുക്കിത് മാറ്റി വെച്ച് അരി വേവിക്കുന്ന ഇതിലേക്ക് കിടക്കാം. ഒരു ലേശം മല്ലിച്ചപ്പും നമുക്കിതിൽ മിക്സ് ചെയ്ത് കൊടുക്കാം. ലേശം വേപ്പിൻ്റെ ഇല നമുക്കിതിലിട്ട് കൊടുക്കാം. നല്ല മിക്സ് ചെയ്യുക. എന്നിട്ട് ചിക്കൻ വേവുന്നവരെ ചെറിയ തീയിൽ നമുക്ക് കാത്തിരിക്കാം. മസാല നമ്മൾ ഇടയ്ക്കിടയ്ക്ക് നല്ല ഇളക്കി കൊടുക്കണം. മസാലയുടെ ശേഷം ഒരു കാരണവശാലും വെള്ളം ഉണ്ടാവരുത്. നല്ല പേസ്റ്റ് പോലെ ആവണം മസാല. വെള്ളം ഒഴിക്കാനും പാടില്ല. തക്കാളി കോയിലുള്ള വെള്ളം, ആ വെള്ളത്തിൽ തന്നെ മസാല വേവിച്ചെടുക്കണം. ഏകദേശം മസാല റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ മസാല ഏകദേശം റെഡിയായി. ഈ മസാല നമുക്ക് ഇറക്കി വെച്ചിട്ട് അരി വേവിക്കാനുള്ള പദ്ധതി ചെയ്യാം. അരി സാധാരണ എല്ലാവരും വേവിക്കുമ്പോഴല്ല, ഒരു വെറൈറ്റിയാണ്. ചെയ്ത് കാണിച്ചു തരാം. മസാല നല്ല റെഡി ആയിരിക്കണം, നല്ല ടേസ്റ്റി ആയിരിക്കണം. ഇനി നമുക്ക് അരി വേവിക്കാനുള്ള പദ്ധതിയിലേക്ക് കിടക്കാം. ഇനി നമുക്ക് അരി വേവിക്കുന്നതിലേക്ക് കിടക്കാം. ആദ്യം നമ്മൾ പാത്രം വെച്ച് കഴിഞ്ഞാൽ ഒരു ലേശം നെയ്യ് ഒഴിച്ച് കൊടുക്കുക. കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. അത് ഏകദേശം ആയിന്ന് കണ്ട ഒരു ഉള്ളി, ചെറിയ ഉള്ളി നമുക്ക് അതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ട് അതൊന്ന് വാടി വരുമ്പോൾ, ഇത് സാധാരണ വെക്കുന്ന മാതിരിയല്ല അരി നമ്മൾ ഉണ്ടാക്കുന്നത്. നമ്മൾ അരി നെയ്യിൽ വറുത്ത് എടുക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ആകുമ്പോൾ ബിരിയാണിക്ക് ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ടാവും. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. വെള്ളത്തിൽ ഊറ്റിയെടുത്ത് കഴിഞ്ഞാൽ അരിയുടെ എല്ലാ സത്തുകളും അരിയുടെ ടേസ്റ്റും ഗുണം മണമൊക്കെ ആ വെള്ളത്തിൽ പോകും.
അപ്പോൾ നമ്മൾ അരിക്ക് കറക്റ്റിന് വെള്ളം എടുത്തിട്ട് നമ്മൾ അതിൽ വെച്ച് ആ കറക്റ്റ് വേവിൽ എടുക്കാനാണ് നമ്മൾ ചെയ്യുന്നത്. അതിന് പ്രത്യേകിച്ചൊന്നും ചെയ്യാനില്ല. അരി എടുക്കുമ്പോൾ നിങ്ങൾ അരി ഒന്ന് അളന്നിട്ട് ഏത് പാത്രത്തിലാണ് അളക്കുന്നത് ആ പാത്രത്തിന് ഡബിളായിട്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കറാമ്പൂവും ഏലക്കായും എല്ലാം ആഡ് ചെയ്ത് നമുക്ക് മിക്സ് ചെയ്ത് നോക്കാം. ഇത് നമ്മൾ അരി വറുത്തെടുക്കുകയാണ്, നെയ്യിൽ വറുത്തെടുക്കണം. വറുത്തെടുത്തതിന് ശേഷം അതിൽ കറക്റ്റ് വെള്ളം ഒഴിച്ച് നമുക്ക് ഇതിലെ അരി വറ്റിച്ചെടുക്കുകയാണ്. അരി ഊറ്റേണ്ട ആവശ്യം വരുന്നില്ല. അങ്ങനെ ആകുമ്പോൾ അരിയുടെ എല്ലാ ടേസ്റ്റുകളും ഇതിലുണ്ടാവും. ഇനി നമുക്ക് വെള്ളം ആഡ് ചെയ്യാം. വെള്ളത്തിൽ അരിയുടെ അളവിലുള്ള വെള്ളം എടുക്കുക. അരി നമ്മൾ വറുത്തെടുക്കുകയാണ്. നമുക്കത് നെയ്യിൽ വറുത്ത് അരി കറക്റ്റ് അരിയുടെ അളവിന് വെള്ളം വെച്ച് വറ്റിച്ചെടുത്താൽ നമുക്ക് അത് അഡ്ജസ്റ്റ് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് അരിയുടെ ടേസ്റ്റ് പോകാതെ നമുക്ക് കിട്ടും, ബിരിയാണി കഴിക്കാൻ പറ്റും. അരിയുടെ ഗുണവും മണവും നമ്മൾ അരി ഊറ്റിയെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് ഒരു പാത്രം അരിയാണെങ്കിൽ ഏത് പാത്രമായാലും ആ പാത്രത്തിന് ഫുള്ള് രണ്ട് പാത്രം വെള്ളം ഒഴിക്കുക, ഒരു പാത്രം അരിക്ക്. അങ്ങനെ വരുമ്പോൾ നമുക്ക് കറക്റ്റ് വെള്ളം കിട്ടും. ഇനി നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പ് ഏകദേശം അളവ് കണക്കാക്കി നിങ്ങളുടെ ഇഷ്ടത്തിന് ചേർക്കാം. ഇനി അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള ക്യാരറ്റ്, ബീൻസ് ഇതിൽ നമ്മൾ മിക്സ് ചെയ്ത് കൊടുക്കുക. അതിൽ പ്രത്യേക ടേസ്റ്റ് കിട്ടും ബിരിയാണിക്ക്. വേപ്പിൻ്റെ ഇല ഇതിൽ ആഡ് ചെയ്ത് കൊടുക്കുക. ഇതിലിപ്പോൾ നമ്മൾ ചേർത്തിട്ടുള്ളത് ഒരു ചെറിയ ഉള്ളി ആദ്യം വാട്ടി വറുത്തെടുത്തതിന് ശേഷം നമുക്ക് കറാമ്പൂവ്, ഏലക്ക, പട്ട എന്നിവ ഇതിൽ മിക്സ് ചെയ്ത് വറുത്തതിന് ശേഷം അതിലേക്ക് ആവശ്യമായ വെള്ളം ഒഴിച്ച് അരിയുടെ അളവിനുള്ള വെള്ളം ഒഴിച്ചതിന് ശേഷം ആ വെള്ളത്തിലോട്ട് നമുക്ക് ക്യാരറ്റും ബീൻസും മിക്സ് ചെയ്ത് കൊടുക്കുക. ചിലവർ പച്ചപ്പട്ടാണി ഇടലുണ്ട്, നമ്മൾ ബീൻസാണ് ആഡ് ചെയ്തിരിക്കുന്നത്. അതിനുശേഷം വേപ്പിൻ്റെ ആഡ് ചെയ്ത് കൊടുക്കുക. അത് തിളച്ച് വരുമ്പോൾ അതിലേക്ക് നമ്മൾ അരി കഴുകി കുതിർത്തി വെച്ചതിന് ശേഷം ആ അരി നമ്മളിതിൽ ചേർത്ത് വറ്റിച്ചെടുക്കാവുന്നതാണ്. ഇത് നല്ലോണം തിളച്ച് വരുന്ന സമയത്ത് നമ്മൾ അരി ഇട്ടാൽ മതി. പെട്ടെന്ന് ബിരിയാണി ആയി കിട്ടിക്കും. ഇനി വേണമെങ്കിൽ നമുക്ക് വെള്ളം ആദ്യം തന്നെ തിളപ്പിച്ച് വെക്കാം. എന്നിട്ട് ആവശ്യമുള്ള വെള്ളം അതിലേക്ക് ഒഴിച്ചു കൊടുത്താൽ മതി. അപ്പോൾ അധികം നേരം ബിരിയാണി ഉണ്ടാക്കാൻ വെയിറ്റ് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. ഒരല്പം മല്ലിച്ചപ്പ് ഇതിൻ്റെ മേലെ ഇട്ട് കൊടുക്കുക. ഒരു ടേസ്റ്റും ഒരു ഗുണവും മണമൊക്കെ കിട്ടും. ബാക്കി നമുക്ക് അരി വേവിച്ചതിന് ശേഷം മേലെ ഇട്ട് കൊടുത്താൽ മതി ബിരിയാണി ദമ്മിടുന്ന സമയം. വെള്ളം ഏകദേശം തിളച്ചുകൊണ്ടിരിക്കുകയാണ്. നല്ല തിളായി എന്ന് കണ്ടാൽ നമുക്ക് അരി ഇതിലേക്ക് ആഡ് ചെയ്യാം. വെള്ളം നന്നായി തിളച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അരി ആഡ് ചെയ്യാം. ഇതാണ് 2 കിലോ അരിയുണ്ട്. 2 കിലോ അരിക്ക് 4 പാത്രം വെള്ളമാണ് ഞാൻ വെച്ചിട്ടുള്ളത്. 4 കിലോ വെള്ളം, അതായത് പാത്രത്തിൽ അളന്നിട്ട് നമുക്ക് ഉപയോഗിക്കാം. ഈ അരി നമ്മൾ ഇതിലിട്ട് നല്ല ഇളക്കി കൊടുക്കുക. ഇനി നമുക്കിത് നല്ല മൂടി വെക്കാം. അരി നല്ല തിളച്ച് വരുന്നുണ്ട്. നല്ല ഇളക്കി കൊടുക്കുക, അടി പിടിക്കാത്ത രൂപത്തിൽ. തീ നല്ല കത്തിച്ച് കൊടുക്കണം. ഇതിലെല്ലാ ടേസ്റ്റും ഈ അരിയിൽ തന്നെ ഉണ്ടാവും, ഒന്നും പുറത്ത് പോകില്ല. ഈ വെള്ളം വറ്റുന്നതോടുകൂടി ഇതിലുള്ള എല്ലാ ടേസ്റ്റുകളും നമ്മുടെ അരിയിൽ പിടിക്കുന്നതാണ്. അപ്പോഴാണ് ടേസ്റ്റ് ഉണ്ടാവുള്ളൂ ബിരിയാണി. നമ്മൾ വെള്ളം ഊറ്റിക്കളയുന്നതോടുകൂടി ആ അരിയുടെ ടേസ്റ്റ് എല്ലാം വെള്ളത്തിൽ പോകും. അതുകൊണ്ട് ഊറ്റാതെ ബിരിയാണി ഉണ്ടാക്കാൻ ശ്രമിക്കുക. കഴിയുന്നതും പശയില്ലാത്ത അരി നോക്കി മേടിക്കുക. വെള്ളം വറ്റിച്ചെടുക്കുമ്പോൾ പശയില്ലാത്ത അരി നോക്കി മേടിക്കണം, അത് പ്രത്യേകം ശ്രദ്ധിക്കുക. അരി നല്ലവണ്ണം തിളയ്ക്കുന്നുണ്ട്. നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇളക്കിക്കൊണ്ടിരിക്കണം. അരി ഉടയാത്ത രൂപത്തിൽ വേണം ഇളക്കാൻ. അരി ഇളക്കി കൊടുക്കുക. ഏകദേശം നമ്മുടെ ചോറ് വെന്ത് തുടങ്ങിയിരിക്കുന്നു, വെള്ളമൊക്കെ വറ്റി തുടങ്ങിയിരിക്കുന്നു. ഇനി നമുക്ക്
ഈ ചോറൊന്നും കൂടി വെന്ത് കഴിഞ്ഞാൽ ഫുള്ള് വേവാവാൻ കാക്കരുത്. ഒരു ഫുള്ള് വേവാവില്ല, കാരണം വെള്ളം കറക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഫുള്ള് വേവ് കിട്ടില്ല. ബാക്കി നമുക്ക് ദമ്മിൽ വേണം വേവിക്കാൻ. ഗൈസ്, നമ്മളെ ചോറ് ഇവിടെ റെഡി ആയി തുടങ്ങി. ഇനി നമുക്ക് ഇത് മസാലയിലേക്ക് മിക്സ് ചെയ്യാം. ഇപ്പോൾ കണ്ട വെള്ളം ഒന്നും ഊറ്റാനില്ല, അരി കറക്റ്റ് വേവായി. അരി പശയില്ല, ഒന്നുമില്ല. അരി നല്ല ഒരേ അരികളും വേറെ വേറെ കിടക്കുന്നുണ്ട്. ഇതാണ് ബിരിയാണി വെക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. ഇതാണ് ഒരു കാരണവശാലും വെള്ളം ഊറ്റിയിട്ടുള്ള ബിരിയാണി വെക്കരുത്. അങ്ങനെ വരുമ്പോൾ നമ്മളെ ബിരിയാണിയുടെ ടേസ്റ്റുകൾ കുറഞ്ഞു കിട്ടും. ഇപ്പോൾ അരി കറക്റ്റ് വേവായി, നമുക്ക് കറക്റ്റ് വെള്ളമില്ലാതെ നമുക്ക് അരിയുടെ വേവ് കറക്റ്റ് ചെയ്യാൻ പറ്റി. ഇനി അടിയിൽ പിടിക്കാതെ നോക്കുക. ഇനി നമുക്ക് അരി മാറ്റിയിട്ട് നമുക്ക് വീണ്ടും മസാലയിലേക്ക് ആഡ് ചെയ്ത് ദമ്മിടാം. അപ്പോൾ ഇനി നമുക്ക് മസാലയിലേക്ക് നമ്മുടെ അരി വേവിച്ചത് ആഡ് ചെയ്യാം. അപ്പോൾ നമ്മുടെ ബിരിയാണി ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ അരി ഇട്ടു, എല്ലാം ഓക്കെ. ഇനി തീ നമുക്ക് നല്ല കുറച്ച് കൊടുക്കണം. ഇനി ഇതിൻ്റെ മേലെ നമുക്ക് മിക്സ് ചെയ്യാനുള്ള സാധനങ്ങളിടാം. ആദ്യം നമുക്ക് ലേശം മസാലപ്പൊടി, ഗരം മസാലപ്പൊടി വിതറി കൊടുക്കുക. കുറച്ച് മതി, ഒരു ടേസ്റ്റിന് മണത്തിന് വേണ്ടിയിട്ട് മാത്രം. കൂടുതലായാൽ അതിൻ്റെ കുത്തുണ്ടാവും, അതാണ് പ്രശ്നമാണ്. ഇനി നമുക്ക് മല്ലിച്ചപ്പ് ഇട്ട് കൊടുക്കാം. നല്ല വെതറിട്ട് കൊടുക്കുക. അതിൻ്റെ മേലെ അണ്ടിപ്പരിപ്പ്, മുന്തിരി വെതറി കൊടുക്കുക. ഇനി ഒരു ലേശം വേപ്പില ഇട്ട് കൊടുക്കുക. അപ്പോൾ നമ്മുടെ ബിരിയാണി ദമ്മ് റെഡിയായി. ഇനി നമുക്ക് തീയെല്ലാം വളരെ കുറച്ച് നമുക്ക് മൂടി ഭദ്രമായി മൂടി വെക്കുക. അതിൻ്റെ മേലെ എന്തെങ്കിലും വെയിറ്റ് കയറ്റി വെച്ച് കൊടുക്കുക. തൽക്കാലം നമ്മൾ ചെമ്പട്ടി വെള്ളമാണ് വെക്കുന്നതിൻ്റെ മേലെ, വേറെ പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് വെയിറ്റ് ഉണ്ടാവുക. ഇനി നമുക്ക് തീയെല്ലാം നല്ല കുറച്ച് നമ്മൾ ബിരിയാണി റെഡി ആയിട്ടുണ്ട്. തീ നല്ല കുറച്ച് കൊടുക്കുക. വേണമെങ്കിൽ നേരെ തീയിട്ട് കൊടുക്കാം, വേണമെന്നില്ല. ചിലർക്ക് തീയിടാം, വേണമെങ്കിൽ തീയിടാം, അല്ലെങ്കിൽ വേണ്ട. തീ നല്ല കുറച്ച് കൊടുക്കുക, അടി പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഓക്കെ ഗായ്സ്, നമ്മുടെ ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ബിരിയാണി പൊട്ടിക്കുമ്പോൾ നമുക്ക് നോക്കാം. അപ്പോൾ ഗായ്സ്, നമ്മളെ ബിരിയാണി പൊട്ടിക്കുകയാണ്. നമുക്ക് നോക്കാം എങ്ങനെയുണ്ടെന്ന്. എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. നമ്മളെ ബിരിയാണി റെഡിയാണ്. നമുക്കിത് ഇറക്കി വെക്കാം. അപ്പോൾ ഗായ്സ്, നമ്മളെ ബിരിയാണി റെഡിയാണ്. നമുക്ക് പുറത്തിറക്കിയിട്ട് ഒന്ന് പൊട്ടിച്ച് നോക്കാം, എങ്ങനെ ടേസ്റ്റ് നോക്കാം. എല്ലാം വളരെ കറക്റ്റാണ്, വേവ് കറക്റ്റാണ്. വളരെ സാറ് ബിരിയാണി ഉണ്ട്. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, എല്ലാവരും ലൈക്ക് അടിക്കുക, നമ്മുടെ വീഡിയോക്ക് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലെ നല്ല നല്ല വീഡിയോസുമായി വീണ്ടും വരുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും ബൈ, നമസ്കാരം.